സഹകളെ, ഇന്ന് സഖാവ് കള്ളിക്കാട് ഗംഗൻ്റെ 44ാമത് ചരമ ദിനമാണ്. സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 44 വർഷം, ഏതാണ്ട് അരനൂറ്റാണ്ട് ആവുകയാണ്. ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ നെയ്യാറ്റിൻകര താലൂക്കിലെ നമ്മുടെ പാർട്ടിയുടെ ഒരാവേശമായിരുന്നു സഖാവ് കള്ളിക്കാട് ഗംഗൻ. പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും മുമ്പിൽ പാറ പോലെ ഉറച്ചു നിന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു സഖാവ് ഗംഗൻ. കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും സമരത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഇന്നത്തെ കള്ളിക്കാട് പഞ്ചായത്ത്, അമ്പൂരി പഞ്ചായത്ത്, വെള്ളറട പഞ്ചായത്തിൻ്റെ കുറേ ഭാഗങ്ങൾ, ഇവയെല്ലാം കാണിപ്പറ്റ് ഭൂമികളാണ്. ആ ഭൂമിയിൽ അധ്വാനിച്ച് ജീവിക്കുന്ന കൃഷിക്കാർക്ക് ആ ഭൂമിയിൽ യാതൊരു അവകാശവും മുമ്പുണ്ടായിരുന്നില്ല. മലമ്പരിയോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് കരിമ്പാറയടിച്ച് മണ്ണാക്കി മണ്ണിൽ പൊന്നു വിളയിച്ച കൃഷിക്കാരൻ നിർദ്ദയം ഒഴിപ്പിക്കപ്പെടുകയും കണ്ണീരോടെ കടന്നു പോവുകയും ചെയ്ത നിരവധി അനുഭവങ്ങൾ ആ പ്രദേശത്ത് മുമ്പ് ഉണ്ടായിരുന്നു. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളടക്കം വരുന്ന പഴയ തിരുവിതാംകൂറിൽ ഇതെല്ലാം നിത്യ സംഭവമായിരുന്നു. കേരള രൂപീകരണത്തിന് ശേഷവും അതിന് തൊട്ട് മുമ്പുമായി കാണിപ്പറ്റ് കർഷക പ്രസ്ഥാനം എന്ന മഹത്തായ സംഘടനയ്ക്ക് നാം രൂപം കൊടുക്കുകയും കാണിപ്പറ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധി ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്തുകയും ചെയ്തു. ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന സഖാവ് അവടാവൂർ സദാശിവൻ, കള്ളിക്കാട് ഗംഗൻ തുടങ്ങിയ സഖാക്കളുടെ നാമധേയങ്ങൾ ഇന്നും നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രസക്തമായി നിൽക്കുകയാണ്. ഈ മേഖലയിലെ ആയിരക്കണക്കായ കൃഷിക്കാർക്ക് ഭൂമി പതിച്ചു കിട്ടാനും കാണിപ്പറ്റ് ഭൂമിയുടെ അവകാശം ലഭ്യമാക്കാൻ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാവട്ടെ 57-ലും 1967-ലും അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റുകൾ ഈ ഭൂമി പതിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കുകയും കൃഷിക്കാരന് ആയിരക്കണക്കിന് ഏക്കർ വരുന്ന ഈ ഭൂമി അവരുടെ സ്വന്തമാവുകയും ചെയ്ത അവസ്ഥ ഈ 2-3 പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന ആളായിരുന്നു സഖാവ് കള്ളിക്കാട് ഗംഗൻ. 1967-ലെ ഭൂപരിഷ്കാര ഭേദഗതി നിയമം വരെ കേരളത്തിലെ കുടികിടപ്പുകാരനെ അവരുടെ കുടിലുകളിൽ നിന്ന് വലിച്ചിറക്കുക എന്നത് നിത്യസംഭവമായിരുന്നു. 57-ലെ ഗവൺമെൻറ്റാണ് ആദ്യമായി അതിനൊരു തടയിട്ടത്. 1957 ഏപ്രിൽ 11-ന് കേരളത്തിൽ സുപ്രധാനമായ ഓർഡിനൻസ്, ഒഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് EMS ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ഓർഡിനൻസിന്റെ ഫലമായി കേരളത്തിലെ പാട്ടക്കാരൻ, പങ്കുപാട്ടക്കാരും കാണാപ്പാട്ടക്കാരും വെൺപാട്ടക്കാരും അടക്കമുള്ള ലക്ഷക്കണക്കിന് വിടുന്ന പാട്ടഭൂമി കൃഷി ചെയ്യുന്ന കൃഷിമലന്മാരും ഈ സൂര്യന് താഴെ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ, അന്യൻ്റെ പറമ്പിൽ കുടിൽ കെട്ടി താമസിക്കുന്ന കുടികിടപ്പുകാർ, അവർക്കെല്ലാം
ഭൂമിയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു തൻ്റെ ഇടമുണ്ടാക്കിയത് 57 ഏപ്രിൽ മാസം 11-ാം തീയതിയുള്ള സുപ്രധാനമായ ഓർഡിനൻസിന്റെ ഫലമായിരുന്നു. എന്നാൽ തുടർന്ന് വന്ന നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ആ നിയമങ്ങൾ ഉണ്ടാക്കിയ ഗവൺമെന്റുകളെ തന്നെ അട്ടിമറിച്ച് കേരളത്തിലെ ഭരണാധികാരി വർഗം കുടികിടപ്പുകൾ ബലാത്കാരമായി ഒഴിപ്പിക്കാനും പാട്ടക്കാരനെയും കൈവശക്കാരനെയും ഒഴിപ്പിക്കാനും വേണ്ടിയുള്ള അതിശക്തിയായ നടപടികൾ നടപ്പാക്കുകയുണ്ടായി. ഓരോ പ്രദേശത്തും ജന്മിയുടെ ഗുണ്ടകളെ നടത്തിയ ഈ തേർവാഴ്ചയ്ക്ക് അരുനിൽക്കുന്ന സമീപനമാണ് അന്നത്തെ ഭരണകൂടവും പോലീസും നിർവഹിച്ചത്. അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്ന എല്ലാ സ്ഥലത്തും അവർക്ക് സംരക്ഷണം നൽകുക എന്ന ചുമതല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറി, അവരുടെ ചുമതലയായി മാറി. അങ്ങനെയുള്ള നിരവധിയായ പോരാട്ടങ്ങളിൽ അതിതീക്ഷ്ണമായ നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാരാണ് സഖാവ് കള്ളിക്കാട് ഗംഗനടക്കമുള്ള നമ്മുടെ മുൻകാല തലമുറ. ഒന്നായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി, അതിൻ്റെ നേതാവായി, CPIM രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഭാഗമായി നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ മലയോര പ്രദേശങ്ങളിലും ഈ താലൂക്ക് മേഖലകളിലും ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനുള്ള അതിശക്തിയായ നീക്കങ്ങളാണ് സാബ് ഗംഗൻ ആ കാലഘട്ടത്തിൽ നടത്തിയിരുന്നത്. എവിടെയെല്ലാം സമരമുണ്ടോ അവിടെയെല്ലാം ഗംഗൻ ഉണ്ടായിരുന്നു. എവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ എതിരാളികൾ മർദ്ദിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഗംഗൻ ഓടിയെത്തുമായിരുന്നു. ആശ്വാസവാക്കുകൾ മാത്രമല്ല, പ്രതിരോധത്തിന്റെ തീപ്പന്തങ്ങളുമായിട്ടായിരുന്നു ഗംഗന്റെ വരവ്. അങ്ങനെ പ്രതിരോധത്തിന്റെ നേതൃത്വമായി ഗംഗൻ ഉയർന്നപ്പോൾ ഒരുതരം ആരാധനാ മനോഭാവത്തോടെയാണ് അന്ന് ചെറുപ്പക്കാരായ ഞങ്ങൾ കള്ളിക്കാട് ഗംഗനെ കണ്ടത്. 1960 മുതൽ 1967 വരെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായുള്ള ആക്രമണം അതിശക്തിയായിരുന്ന ഒരു ഘട്ടമായിരുന്നു. 1960 വിമോചന സമരത്തിന് ഫലമായി ഗവൺമെന്റ് പോവുകയും 59 ഗവൺമെന്റ് പോവുകയും 1960 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ ജാതി മത ശക്തികളും ഒത്തുചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു. കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പ്രതിരോധ ശക്തികളും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും ജാതിമത ശക്തികളും ഒന്നുചേർന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്തിയതെങ്കിലും 1957 ലഭ്യമായതിനേക്കാൾ കൂടുതൽ ശതമാനം വോട്ട് 1960 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭ്യമാകുകയുണ്ടായി. എന്നാൽ എതിരാളികളുടെ ഏകീകരണം നമ്മെ പിന്നോട്ടടിപ്പിക്കപ്പെട്ടു. 1960 മുതൽ പട്ടത്താനപിള്ളയുടെ ഗവൺമെന്റും തുടർന്ന് വന്ന ആർ ശങ്കറിന്റെ ഗവൺമെന്റും ഈ കാലഘട്ടം നമ്മുടെ പ്രസ്ഥാനത്തിന് നേരെയുള്ള അതിതീക്ഷ്ണമായ ആക്രമണങ്ങളുടെ കാലഘട്ടമായിരുന്നു. 1964-65 CPIM രൂപീകൃതമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് റിവിഷനിസത്തിനെതിരായ പോരാട്ടം, ആ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനം എന്ന നിലയിൽ CPIM രൂപം കൊണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപം കൊണ്ട ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ അടിച്ചമർത്താനും അതിനെ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരുന്നു ഇന്ത്യൻ ഭരണാധികാരികൾ ചെയ്തത്. ചൈനീസ് ചാരന്മാരെന്നും പാക് ചാരന്മാരെന്നുമെല്ലാം മുദ്രകുത്തിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആയിരക്കണക്കിന് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുണ്ടായി. രൂപീകരണ ഘട്ടത്തിൽ തന്നെ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ, മുളയിലെ നുള്ളിക്കളയാൻ അതിനുവേണ്ടിയുള്ള പരിശ്രമമായിരുന്നു ഇന്ത്യൻ ഭരണാധികാരികൾ നടത്തിയത്. അതിനെല്ലാം നേരിട്ടുകൊണ്ടാണ് 1965 കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചത്. CPM-നെ രാജ്യദ്രോഹികളെന്ന് വിളിച്ച് അധിക്ഷേപിക്കാനും ആക്രമിക്കാനും അടിച്ചമർത്താനും എതിരാളികൾ പരിശ്രമിച്ചപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കക്ഷിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ തെരഞ്ഞെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അതിന് മറുപടി പറയുകയാണ് ചെയ്തത്. എന്നാലും അധികാരത്തിലുണ്ടായിരുന്ന കേന്ദ്ര കോൺഗ്രസ് ഗവൺമെന്റ് ജനാധിപത്യ വിരുദ്ധമായ നില വീണ്ടും തുടർന്നു. 1959 ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ച പിരിച്ചുവിട്ട ജനാധിപത്യ വിരുദ്ധത്തിന്റെ ആശാന്മാരായ കോൺഗ്രസ് പാർട്ടി 1965 ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് നിയമസഭയിൽ ഏറ്റവും വലിയ കക്ഷിയെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ക്ഷണിക്കുക എന്ന പാർലമെന്ററി മര്യാദ ലംഘിച്ച് ആർക്കും ഭൂരിപക്ഷമില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് നിയമസഭ പിരിച്ചുവിടുകയാണ് ചെയ്തത്. 1967 വരെ കേരളം ഭരിച്ചു. അങ്ങനെ ഭരണത്തിൽ 1960 മുതൽ 67 വരെ 7 വർഷക്കാലം കോൺഗ്രസ് ഭരണം കേരളത്തിൽ നടപ്പാടി. ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായി വലിയ ആക്രമണങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നു. അന്നെല്ലാം നമ്മുടെ മലയോര പ്രദേശത്തെ ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്താൻ നല്ല ഇടപെടലാണ് ഗംഗനെ പോലുള്ള നേതാക്കന്മാർ ചെയ്തത്. 1967 കേരളത്തിലെ സപ്തകക്ഷി ഐക്യമുന്നണി ഗവൺമെന്റ് EMS-ന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. കേരളത്തിലെ ചരിത്രത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് വലിയ സംഭാവന നൽകിയ ഒരു ഗവൺമെന്റായിരുന്നു 1967 ഗവൺമെന്റ്. കേരളത്തിലെ ഭൂപരിഷ്കാര ഭേദഗതി നിയമം അന്നാണ് പാസാക്കിയത്. 1957 നാം പാസാക്കിയ ഭൂപരിഷ്കാര നിയമത്തെ 1960 ശേഷം വന്ന വിമോചന സമരത്തിന്റെ സന്തതികൾ പട്ടത്താനുള്ള ഗവൺമെന്റ് അതിൽ റവന്യൂ കാര്യ മന്ത്രിയായിരുന്ന P.T. ചാക്കോ അവതരിപ്പിച്ച പുതിയ ഭേദഗതികൾ ജന്മിപക്ഷപാതപരമായിരുന്നു. ഭൂമി ഇഷ്ടം പോലെ കേന്ദ്രീകരിക്കാനും പലതിൻ്റെയും പേരിൽ മിച്ചഭൂമിയെ തിരിമറി നടത്താനും ഉള്ള എല്ലാ അവകാശവും നൽകിക്കൊണ്ട് ഭൂസ്വാമിമാരെ സംരക്ഷിക്കുന്ന ഭേദഗതികളാണ് കോൺഗ്രസും വർഗീയ ശക്തികളും ചേർന്ന് ജാതിമത പ്രസ്ഥാനങ്ങളും ചേർന്ന് അന്ന് നടപ്പാക്കിയത്. ആ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് 1967 ഗവൺമെന്റ് 1968 ഭൂപരിഷ്കാര ഭേദഗതി നിയമം പാസാക്കിയത്. അത് ചരിത്രപ്രധാനമായ നിയമമായിരുന്നു. കേരളത്തിലെ ജന്മിത്വത്തിന്റെ തായ്വേര് വെട്ടിയർത്തു. ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. കുടികിടപ്പുകാരന് 10 സെന്റിന്റെ അവകാശം നൽകി. പാട്ടക്കാരനെയും വാരക്കാരനെയും കാണാക്കുടിയാക്കാരനെയും വെൺപാട്ടക്കാരനെയും ഒഴിപ്പിക്കാൻ പാടുള്ളതല്ല എന്നും ജന്മിവിഹിതത്തിന്റെ ഒരു ഭാഗം അടച്ചാൽ ഭൂമി അവന് പട്ടയം നൽകണമെന്നുമുള്ള വിപ്ലവകരമായ നിയമം പാസാക്കപ്പെട്ടു. രാജ്യത്ത് നാട്ടിൻപുറത്ത് മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ജന്മിമാർക്ക് അവരുടെ എല്ലാ രാഷ്ട്രീയ അധികാരങ്ങളും നഷ്ടപ്പെട്ടു എന്നതാണ് ആ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സത്ത. നാട്ടിലെ പാവപ്പെട്ട കാർഷിക തൊഴിലാളി കൃഷിക്കാരനും അന്ന് വരെ ജന്മിമാരുടെ അടിമകളായി ജീവിച്ചിരുന്നവരായിരുന്നുവെങ്കിൽ ആ കൃഷിക്കാരനും കർഷക തൊഴിലാളിക്കും സ്വന്തം മണ്ണിൽ ഉറച്ചു നിൽക്കാനും സ്വന്തം കൂരയിൽ അന്തസ്സോടെ അന്തി ഉറങ്ങാനും തൻ്റെ കുടുംബത്തിന്റെ ഭാഗതയും തനിക്ക് തന്നെ നിർണ്ണയിക്കാൻ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കാനും നട്ടെല്ലുറപ്പോടെ മുമ്പോട്ട് പോകാനും ഈ നിയമങ്ങളുടെ ഫലമായി കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ നിയമത്തെ അട്ടിമറിക്കാൻ 1969 നിയമം പാസാക്കിയ ഗവൺമെന്റിനെ നിയമം പാസാക്കിയ മാസങ്ങൾക്കകം അട്ടിമറിക്കുകയാണ് ചെയ്തത്. 57 പോലെ 67 ഈ ഗവൺമെന്റുകളെ അട്ടിമറിച്ചുകൊണ്ട് പാസാക്കിയെടുത്ത നിയമത്തെ ഇല്ലാതാക്കാം എന്ന വ്യാമോഹമായിരുന്നു കോൺഗ്രസിനും അതുപോലെ തന്നെ കേരളത്തിന്റെ പിന്തിരിപ്പ ശക്തികൾക്കും ഉണ്ടായിരുന്നത്.
ഇതിനെതിരായിട്ടാണ് 1970 അതിതീഷ്ണമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നത്. 1969 അവസാനം ആലപ്പുഴയിൽ ചേർന്ന് വമ്പിച്ച സമ്മേളനം, കൃഷിക്കാരൻ്റെയും കർഷക തൊഴിലാളികളുടെയും സമ്മേളനം 1969 അവസാനം ഡിസംബറിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ കൂട്ടിനിർത്തിക്കൊണ്ട് ചരിത്രപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. അന്ന് കേരളത്തിൽ നടത്തിയ സമരപ്രഖ്യാപനം, AKG നടത്തിയ സമരപ്രഖ്യാപനം ഇന്നും രോമാഞ്ചജനകമായ ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ കേരളത്തിലെ കൃഷിക്കാരൻ്റെ തലവര മാറ്റി എഴുതാൻ കഴിയുന്ന, കുട്ടിക്കിടപ്പുകാരന് ആവേശം നൽകാൻ കഴിഞ്ഞ ചരിത്ര പ്രഖ്യാപനമായിരുന്നു AKG നടത്തിയത്. ഒരു ഗവൺമെൻറ് നടപ്പാക്കേണ്ട നിയമം, ഒരു ഭരണകൂടം നടപ്പാക്കേണ്ട നിയമം, ആ ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം നടപ്പാക്കും എന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി 69 ഡിസംബറിൽ ആലപ്പുഴയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. മഹാനായ AKG ആ പ്രഖ്യാപനത്തിൻ്റെ അവസാനം ഊന്നി പ്രഖ്യാപിച്ച ഒരു പ്രധാന വിഷയം, ഞങ്ങൾ പാസ്സാക്കിയെടുത്ത ഭൂപരിഷ്കാര നിയമം ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഈ നിയമം നിങ്ങൾ നടപ്പാക്കിയാലും ശരി ഇല്ലെങ്കിലും ശരി, 1970 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഈ നിയമം കേരളത്തിൽ നടപ്പാക്കിയതായി ഞാനിതാ പ്രഖ്യാപിക്കുന്നു. ഇതായിരുന്നു ഏറ്റവും വലിയ ചരിത്രപ്രധാനമായ ആ പ്രഖ്യാപനം. 1970 മുതൽ 70 ജനുവരി 1 മുതൽ കേരളത്തിലെ കാർഷിക മേഖലയിൽ അതിശക്തിയായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു. ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വലിയ പരിശ്രമങ്ങളാണ് ഭരണാധികാരികൾ നടത്തിയത്. 10 സെന്റ് ഭൂമിയുടെ ഉടമസ്ഥന്മാർ, കുടികിടപ്പുകാർ 10 സെന്റ് വളഞ്ഞു വെച്ച് വേലി കെട്ടി. ആ 10 സെന്റിനകത്തുള്ള തെങ്ങുകളിൽ പൊത്തുകെട്ടി. പാട്ടക്കാരനും വാരക്കാരനും കാണാക്കുടിയന്മാരും പങ്കുപാട്ടക്കാരും അവർ പ്രഖ്യാപിച്ചു, മേലേൽ ജമ്മിക്ക് ഞങ്ങൾ പാട്ടം നൽകില്ല, ഈ ഭൂമി കയറാൻ ജമ്മിക്ക് അവകാശമില്ല. ഈ പ്രഖ്യാപനത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള പരിശ്രമം ഭരണവർഗങ്ങളും പോലീസും നടത്തുകയുണ്ടായി. കള്ളിക്കാട് ഗംഗനടക്കമുള്ള നേതാക്കന്മാർ അന്ന് ഈ സമരത്തിൻ്റെ ഏറ്റവും മുൻപന്തിയുടെ പ്രധാനപ്പെട്ട വക്താക്കളായിരുന്നു. നമ്മുടെ 7 സഖാക്കളെയാണ് ആ കാലഘട്ടത്തിൽ കൊല ചെയ്യപ്പെട്ടത്. നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിഭീകരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി. അത്തരം ഒരു ഭീകരമായ അന്തരീക്ഷം, രാത്രിയും പകലും ഒന്നുമില്ലാതെ വീടുകൾ ചവിട്ടി തുറന്ന് വാറണ്ടുകൾ പോലുമില്ലാതെ എല്ലാ ജനാധിപത്യ വിരുദ്ധമായ നിലയിലും പോലീസ് അറസ്റ്റ് ചെയ്യാനും സ്ത്രീകളെ അപമാനിക്കാനും അടക്കം പരിശ്രമിച്ച ഒരു ഘട്ടമായിരുന്നു. നിരവധി കമ്മ്യൂണിസ്റ്റുകാർ ലോക്കപ്പുകളിൽ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായി. നെയ്യാറ്റിൻകര താലൂക്കിലെ ആ പ്രക്ഷോഭ സമരങ്ങൾക്ക് ശക്തിയായി നേതൃത്വം നൽകിയ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സഖാവ് കള്ളിക്കാട് ഗഗൻ. ഗഗന്റെ ഇടപെടൽ ആ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. 1970 മുതൽ ഏതാണ്ട് 77 വരെ കേരളത്തിൽ മർദ്ദനങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 1977 വരെ പോലീസിന്റെ വേട്ടയാടലിന് വിധേയമായി. 1977 നടന്ന തെരഞ്ഞെടുപ്പിലും നാം പരാജയപ്പെട്ടു. ആ പരാജയത്തിന് ശേഷം വീണ്ടും പോലീസ് മർദ്ദനം രൂക്ഷമായി നടന്നു. ഏതാണ്ട് 79 വരെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഒറ്റതിരിച്ചാക്രമിക്കാനും ഇല്ലാതാക്കാനും വേണ്ടിയുള്ള ഭരണകൂട പ്രചാരവേലകളും കള്ളപ്രചാരവേലകളും പോലീസിന്റെ മർദ്ദനങ്ങളും ജന്മിമാരുടെ ഗുണ്ടകളുടെ ആക്രമണങ്ങളും തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റുകാരും നിർദ്ദയമായി നേരിട്ടിരുന്ന ഒരു ഘട്ടമായിരുന്നു.
അന്നെല്ലാം ഇവരെ കൂട്ടി നിർത്താൻ, ഈ പാവങ്ങൾക്ക് വേണ്ടി മുൻപന്തിയിലേക്ക് ചാടാൻ അന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ നേതൃത്വം ഒരു മടിയുമില്ലാതെ മുമ്പോട്ട് പോയി. നെയ്യാറ്റിൻകര താലൂക്കിൽ അത്തരത്തിലുള്ള ആ നേതൃത്വത്തിന്റെ മുൻപന്തിയിലായിരുന്നു സഖാവ് കള്ളിക്കാട് ഗംഗൻ. കള്ളിക്കാട് വെച്ച് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ശരിയുണ്ടായി. PBയുടെ പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കന്മാരും PBയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും നെയ്യാർ ഡാമിൽ ചേരുകയുണ്ടായി. ചരിത്രപ്രധാനമായ ഒരു സമ്മേളനമായിരുന്നു നെയ്യാർ ഡാം സമ്മേളനം. അന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന എനിക്ക് അതിൻ്റെ ഓർമ്മകൾ ഇന്നും ആവേശം തരുന്ന ഒന്നാണ്. EMS VKജിയും ഗൗരിയമ്മയും അതുപോലെ തന്നെ നമ്മുടെ രാമമൂർത്തി സുന്ദരിയെയും അടക്കമുള്ള നമ്മുടെ നേതൃത്വത്തിനെ ഒട്ടാകെ അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തത്. CH കാരടക്കമുള്ള സംസ്ഥാന നേതാക്കന്മാർ ആ യോഗത്തിന് നേതൃത്വം കൊടുത്തു. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് നശിപ്പിക്കാനുള്ള ഭരണാധികാരി വർഗത്തിൻ്റെ പരിശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ, ആ ഒറ്റപ്പെടലിൽ മുമ്പോട്ട് പോകാൻ അന്ന് സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം ഏറ്റവും സഹായകരമായി. അങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ചരിത്രപ്രധാനമായ തീരുമാനമെടുത്ത ഒരു സമ്മേളനമായിരുന്നു കള്ളിക്കാട് നടന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ PBയും ചേരുന്ന ആ യോഗം. കള്ളിക്കാട് ജംഗ്ഷനിൽ അന്ന് നടന്ന ഉജ്ജ്വലമായ പ്രകടനം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അവിസ്മരണീയമായ ഒരു പ്രകടനമായിരുന്നു. തൊഴിലാളികളുടെ നെയ്യാറ്റിൻകര താലൂക്കിലെ നെയ്യാറ്റിൻകര മേഖലയിലെ തൊഴിലാളികളെയും കൃഷിക്കാരും പങ്കെടുത്തുകൊണ്ട് അന്ന് നടന്നത്. ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്തിരുന്നത് അന്ന് കള്ളിക്കാടിൻ്റെയും നെയ്യാറ്റിൻകരയുടെയും നേതാവായിരുന്ന സഖാവ് ഗംഗനടക്കമുള്ള നേതൃത്വ നിരയായിരുന്നു. സവാർ പരമേശ്വരൻ പിള്ള, കള്ളിക്കാട് ഗംഗൻ തുടങ്ങിയ ആളുകളാണ് അന്ന്, സഖാക്കളാണ് അന്ന് അതിനെല്ലാം നേതൃത്വം നൽകിയിരുന്നത്. ആ സന്ദർഭത്തിലാണ് സഖാവിൻ്റെ മൂത്ത മകൻ ശശി ആത്മഹത്യ ചെയ്തത്. ശശി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അന്നത്തെ തലമുറയ്ക്കും നമുക്കും എല്ലാവർക്കും അറിയും. മുകുന്ദൻ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ വളരെ ഭീകരമായി ശശിയെ മർദ്ദിക്കുകയുണ്ടായി. സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും പങ്കെടുക്കുന്ന അതിശക്തിയായ നേതൃത്വം കൊടുക്കുന്ന ഗംഗനോടുള്ള വിരോധം മകനോട് തീർക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. ഭീകരമായ മർദ്ദനത്തിൻ്റെ ഫലമായി ഇനി ജീവിച്ചതിൻ്റെ കാര്യമില്ല എന്ന് തോന്നി ശശി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. മകൻ ആത്മഹത്യ ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് കണ്ടിട്ട് പോലും തളർന്നു പോകാതെ ആ സമ്മേളനത്തിന് മുമ്പിൽ നെടുനായകത്വം വഹിച്ച് മുമ്പോട്ട് പോകാൻ ഗംഗൻ തയ്യാറായി എന്നത് ഇന്നും ആവേശത്തോടെ ഞാൻ ഓർക്കുകയാണ്. മൂത്ത മകനോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്ന ആളായിരുന്നു ഗംഗൻ. ആ പ്രതിസന്ധി ഘട്ടത്തിലും തളരാത്ത ഗംഗന്റെ ഗാംഭീര്യം, ഗംഗന്റെ ഉൾക്കാഴ്ച തീർച്ചയായും പ്രശംസനീയമാണ്. ആ നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് ഗംഗൻ ആ കാലഘട്ടത്തിൽ കാഴ്ചവെച്ചത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ 44ാമത് ചരമദിനം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പുതിയ വെല്ലുവിളികളും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് നിലവിലുള്ളത്. നമ്മുടെ നാടിനെ തന്നെ തകർക്കാൻ വേണ്ടിയുള്ള വർഗീയ പ്രസ്ഥാനങ്ങൾ വാവുറന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. നാം എങ്ങോട്ട് നീങ്ങണം, നാം എന്ത് ചിന്തിക്കണം, എന്ത് വായിക്കണം, നാം എന്ത് എഴുതണം, ഏത് ഭക്ഷണം കഴിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഭരണാധികാരി വർഗവും അതിന് പിന്നിൽ നിൽക്കുന്ന ഒരു നായാട്ട് സംഘവുമാണ് എന്ന സ്ഥിതി ഇന്ന് രാജ്യത്ത് സംജാതമായിരിക്കുകയാണ്. ഗുരുതരമായ ഒരവസ്ഥയാണ് ഇന്ത്യ നേരിടുന്നത്. നമുക്കറിയാം, ഇന്ത്യ എന്ന സങ്കല്പം, ഇന്ത്യ എന്നത് വ്യത്യസ്തമായ ഭാഷയും
വ്യത്യസ്തമായ മതങ്ങളുടെയും വ്യത്യസ്തമായ ഭാഷകളുടെയും വ്യത്യസ്തമായ ദേശീയതകളുടെയും ഐക്യമെന്ന മനോഹരമായ സങ്കല്പത്തിലാണ് ഇന്ത്യ നിലനിൽക്കുക. മത, വംശ, ഭാഷ, സംസ്കാര വൈവിധ്യം, ആ വൈവിധ്യം കൊണ്ട് സമൃദ്ധമായ ഒരാശയമാണ് ഇന്ത്യ എന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താ? മതനിരപേക്ഷതയെ തകർത്ത് മതാധിപത്യം സ്ഥാപിക്കാൻ അതിനുവേണ്ടി ഇന്ത്യ എന്ന ആശയത്തെ തന്നെ ഭരണാധികാരികൾ കുരുതി കൊടുക്കുകയാണ്. ഭരണകൂട യത്നം അതിനുവേണ്ടി നടത്തുകയാണ്. ഇതിനെതിരായി അതിശക്തിയായി നീങ്ങേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ. ബാബറി മസ്ജിദ് തുടങ്ങി ജമ്മു കാശ്മീരിലും പൗരത്വ ഭേദഗതി നിയമവും ഹൈക്കോടതി വിധി പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ ബരാബങ്കിൽ 100 വർഷത്തിലേറെ പഴക്കമുള്ള മുസ്ലിം പള്ളി ഇടിച്ചു നിരത്തിയത് ലക്ഷദ്വീപിൽ കേന്ദ്രം ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളും ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെയുള്ള വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇന്ന് ഈ ചരമദിനം ആചരിക്കുന്നത്. ഇന്നൊരു പ്രത്യാശ നമ്മൾക്കുള്ളത്, ഇതിനെല്ലാം എതിരായി രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരുന്നു എന്നതാണ്. രാജ്യത്തിന്റെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ കാണുകയാണ്, വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും യുവജനങ്ങളുടെയും മാത്രമല്ല എഴുത്തുകാരും സാഹിത്യകാരന്മാരും അടക്കമുള്ള ബുദ്ധിജീവികളും എല്ലാം യോജിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ക്യാമ്പസുകൾ മുഴുവൻ, യൂണിവേഴ്സിറ്റികൾ മുഴുവൻ കലുഷിതമായി മാറുകയാണ്. ഭരണാധികാരി വർഗത്തിനെതിരായി, അവരടിച്ചേൽപ്പിക്കുന്ന വർഗീയതക്കെതിരായി, വർഗീയ നിലപാടുകൾക്കെതിരായി രാജ്യത്തിന്റെ യുവത അതിശക്തിയായി പടപൊരുതുന്ന കാഴ്ച, തെരുവിലിറങ്ങുന്ന കാഴ്ച നാം കാണുകയാണ്. രാജ്യത്തെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി തൊഴിലാളികളെയും കൃഷിക്കാരെയും തകർക്കുന്ന നടപടികൾക്കെതിരായി കോടിക്കണക്കിൽ വരുന്ന തൊഴിലാളികളും കൃഷിക്കാരനും അത്യുജ്വലമായ പോരാട്ടത്തിലാണ്. 6 മാസക്കാലം കൊണ്ട് നിരന്തരമായി നടക്കുന്ന കർഷക സമരം ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സമരങ്ങളിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ബുദ്ധിജീവികളും കൃഷിക്കാരും സാധാരണ മനുഷ്യരും എല്ലാ വിഭാഗം ആളുകളും മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരെല്ലാം അടക്കം എല്ലാവരും യോജിച്ചുകൊണ്ട് അതിശക്തിയായ മുന്നേറ്റം സ്വാഭാവികമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് തീർച്ചയായും അവരുടെ പ്രത്യാശ ഉണ്ടാക്കുന്ന, ഭാവിയെ സംബന്ധിച്ച് വളരെ ആശയുളവാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലേറ്റവും പ്രകടമായ ഒന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷത ഉയർത്തിക്കണ്ടാൽ ജനാധിപത്യം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനെ കൂട്ടി നിർത്തുക, അവനോടൊപ്പം ചേരുക, അവനെ കൂട്ടിയോജിപ്പിക്കുക എന്നതാണ്. വികസനം എന്നത് സാധാരണ പാവപ്പെട്ട മനുഷ്യന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നാണ്. അതിനും കൂടെ വേണ്ടിയുള്ളതാണ് വികസനം എന്ന സിദ്ധാന്തം മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുന്ന മതേതര ജനാധിപത്യ പ്രസ്ഥാനമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർന്ന് വളർന്ന് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കൂ, പ്രതികൂലമായ കോവിഡിന്റെ സാഹചര്യത്തിലും കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യമായി വാക്സിനേഷൻ നൽകാൻ മാത്രമല്ല, എല്ലാവർക്കും ഒരാൾ പോലും പട്ടിണിയാക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും മാത്രമല്ല, ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നിങ്ങൾ കണ്ടു. നമ്മുടെ രാജ്യത്തെ കുട്ടികളെ, അവരുടെ ഭാവിയെ എന്തുമാത്രം ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണവുമാണ് നമുക്കുള്ളത് എന്നതിൽ നമ്മൾ അഭിമാനിക്കുകയാണ്. കോവിഡ് മൂലം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാനുള്ള ബൃഹത്തായ പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെന്റ് രൂപം നൽകിയിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ തന്നെ ഓരോരുത്തർക്കും 3000 രൂപ വീതം നൽകാനും 3 ലക്ഷം രൂപ വീതം നൽകാനും എല്ലാ മാസവും 2000 രൂപ വീതം നൽകാനും അവർക്ക്
ഉപരിപഠനത്തിന് ആവശ്യമായ മുഴുവൻ സൗജന്യമായ സഹായം നൽകാനും ഡിഗ്രി ക്ലാസ് വരെ പഠിക്കാനുള്ള എല്ലാ സഹായവും നൽകാനും ഇന്ത്യ രാജ്യത്ത് ആദ്യമായി തീരുമാനിച്ച സംസ്ഥാന ഗവൺമെൻറ്. തീർച്ചയായും നമുക്ക് അഭിമാനം തോന്നുന്ന ഒന്നാണ്. ഡൽഹിയും സമാനമായി ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് ഈ തരുണത്തിൽ ഓർക്കേണ്ടതാണ്. പൊതുവിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് സാധാരണ മനുഷ്യന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള അതിശക്തിയായ നീക്കങ്ങളിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്. രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും ഉയർന്നു വരുന്ന മതനിരപേക്ഷ പ്രസ്ഥാനത്തെയാകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെയാകെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, എല്ലാവിധ വർഗീയതയ്ക്കുമെതിരായി ഉറച്ച നിലപാട് സ്വീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനമാണ് ഇത്തരമൊരു മുന്നണി, ഇത്തരമൊരു പ്രസ്ഥാനം വളർന്നു വരുന്നതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യവും നമുക്കറിയാം. ആ പ്രസ്ഥാനത്തെ കൂടുതൽ കൂടുതൽ വളർത്തിയെടുക്കുക, കൂടുതൽ സ്നേഹിക്കുക, ആ പ്രസ്ഥാനം ഏറ്റവും നന്നായി മുമ്പോട്ട് പോകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക, ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടിയുള്ളത്. കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാം വളരെ ആവേശം തരുന്ന ഒന്നാണ്. കേരളത്തിലെ 99 സീറ്റുകളിലേക്ക് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു. ഒരു തുടർ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ലഭ്യമായി. 1959 കേരളത്തിലുണ്ടായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി 1967 കഴിഞ്ഞപ്പോൾ കേരളത്തിലത് മാർക്സിസ്റ്റ് വിരുദ്ധ മുന്നണിയായി രൂപാന്തരപ്പെട്ടു. അത്തരം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് കാലഹരണദോഷം വന്നിരിക്കുന്നു, കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ, കാലാവധി പൂർത്തിയാക്കാതെ അതിനെ അട്ടിമറിക്കാൻ, ഈ കാലാവധി പൂർത്തിയാക്കിയാൽ തന്നെ തുടർ ഭരണം ഉണ്ടാവാതിരിക്കാൻ അതിനുവേണ്ടിയുള്ള കള്ളപ്രചാരവേലകളും എല്ലാ വൃത്തികെട്ട നിലപാടുകളും കേരളത്തിൽ സ്വീകരിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിയായിരുന്നു. അവരെ സഹായിക്കാനുള്ള ഭരണവർഗവും അതിൻ്റെ പാർട്ടിയായ കോൺഗ്രസും ഇപ്പോൾ BJP കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുമെല്ലാം ഈ കാര്യത്തിൽ ഐക്യമുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ശക്തിയായി യോജിച്ച് പ്രവർത്തിച്ച നിരവധി സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ 5 വർഷം കേരളത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അട്ടിമറിക്കാൻ, ആ മുന്നണിയെ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ എന്തെല്ലാം അപവാദ പ്രചരണങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടത്തിയത്. ഞാൻ ആ അപവാദ പ്രചരണങ്ങളുടെ ഘോഷയാത്രയിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ, അതുപോലുള്ള നിരവധി വിഷയങ്ങളുടെ പേരിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉയർത്തി, ഇരട്ടത്തെ പൂച്ചയെ തപ്പുന്നത് പോലെ ഇല്ലാത്ത വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് കള്ളപ്രചരണം നടത്തുകയായിരുന്നു രാജ്യത്തെ വലതുപക്ഷ മാധ്യമങ്ങളും കോൺഗ്രസും BJPയും കേരളത്തിൽ ചെയ്തത്. ഏറ്റവും നിഷേധാത്മകമായ നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത്. എന്നാൽ അവരുടെ ആഗ്രഹത്തിന് നേരെ വിപരീതമായി ഈ സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ കള്ളപ്രചാരവേലയെ തള്ളിക്കളയുകയാണ് ചെയ്തത്. 99 സീറ്റുകൾ വിജയിപ്പിച്ചുകൊണ്ട്, കഴിഞ്ഞ തവണയുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നൽകിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്ന ചരിത്രപരമായ കടമയാണ് കേരളത്തിലെ ജനങ്ങൾ പൂർത്തീകരിച്ചത് എന്നത് നമുക്കെല്ലാം ഏറ്റവും സന്തോഷം തരുന്ന ഒരു വസ്തുത തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയും കേരളത്തിൻ്റെ ചുവട് പിടിച്ച് ഏറ്റവും ഉജ്ജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു കൈവരിച്ചത്. 14 മണ്ഡലങ്ങളിൽ 13 മണ്ഡലങ്ങളിലും വിജയിച്ച് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും അതിന് നേതൃത്വം നൽകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും സാധ്യമായി എന്നത് തീർച്ചയായും അഭിമാനം തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ വിജയം ഒരു വലിയ ചരിത്ര മുഹൂർത്തമാണ്. ഈ ചരിത്ര മുഹൂർത്തത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കെതിരായി നിൽക്കുന്ന കള്ളപ്രചാരവേലകൾ ചെറുക്കാൻ, നമ്മുടെ പ്രചാരവേലകൾ ശക്തിപ്പെടുത്താൻ, നമ്മുടെ പത്രപ്രചരണങ്ങൾ ശക്തിപ്പെടുത്താൻ, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ, ജനങ്ങളോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ, വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ പങ്കാളിയാക്കാൻ, സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, അതിനുവേണ്ടി ആ നിലയിൽ അർപ്പണബോധത്തോടുകൂടെ പ്രവർത്തിച്ച് കൂടുതൽ കരുത്തോടെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ്
ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തർക്കും അർപ്പിക്കപ്പെട്ട ചുമതല കള്ളിക്കാട് ഗംഗനെ പോലുള്ള നിസ്വാർത്ഥന്മാരായ ധീരന്മാരായ പാർട്ടി നേതാക്കന്മാരുടെ സ്മരണ പുതുക്കുമ്പോൾ അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി അതാണ് എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ച് ആ മഹാനായ വിപ്ലവകാരിയുടെ കള്ളിക്കാട് ഗംഗന്റെ സ്മരണക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ച് ഞാൻ ചുരുക്കട്ടെ സുഹൃത്തുക്കളെ, അഭിവാദ്യങ്ങൾ.